ഹായ്, ഉഴുന്നുപൊടിയാണേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ദോശയുടെ കൂടെയൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അച്ചാറൊക്കെ വെക്കുന്ന കൂട്ട് നമുക്ക് കുറേ നാളിരിക്കുവേ, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ആദ്യം ശകലം എണ്ണ ഒഴിച്ച് ആ കായ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കായപ്പൊടിയാണേ ഇങ്ങനെ ചെയ്യണ്ട. ഒരു നാഴി ഉഴുന്നാണേ എടുക്കുന്നത്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നല്ലപോലെ വഴട്ടിയെടുക്കണം. സിമ്മിലിട്ടിട്ട് വേണം വഴട്ടാൻ, കരിഞ്ഞു പോവരുത്. അപ്പം നല്ലപോലെ വറുത്ത് നല്ല മണം വരുവേ അതിന്. ആ ഉഴുന്നിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ചായി വരും, അതുവരെ വറക്കണം. എന്നിട്ട് ഇത് നല്ല വറുത്ത് ഇത് ആറുന്ന സമയം കൊണ്ട് ആ കായ കട്ടയായതുകൊണ്ട് ഒന്ന് മിക്സിയുടെ ജാറിനകത്ത് ആദ്യമേ ഇട്ട് നല്ല ക്രഷ് ചെയ്ത് എടുക്കണം. കായപ്പൊടിയാണെങ്കിൽ നമ്മളിത് പൊടിക്കാൻ ഇടത്തില്ലേ, അപ്പോൾ ആ പൊടിയും കൂടെ ശകലം ഇട്ടാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് നല്ല കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുകൂടിയിട്ട് കായപ്പൊടി ആണെങ്കിൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പൗഡർ ആവുന്ന രൂപത്തിൽ നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഇതുപോലെയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. ദോശയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ ശകലം ഉഴുന്നുപൊടി എടുത്ത് ഇച്ചിരി എണ്ണയെ ചാലിച്ച് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്യണേ. ബൈ.